നമസ്കാരം. ഫാർമ ഇൻഡസ്ട്രിയിൽ ഇന്റേണൽ ഓഡിറ്റ് എന്നു കേൾക്കുമ്പോൾ തന്നെ ഒരു നെഞ്ചിടിപ്പാണല്ലേ. എന്തോ വലിയൊരു തലവേദന വരാൻ പോകുന്നു എന്നൊരു തോന്നൽ. എന്നാൽ ഇന്ന് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടങ്ങ് മാറ്റാൻ പോവുകയാണ്. വെറുമൊരു ഫോർമാലിറ്റി എന്നതിലുപരി നമ്മുടെ ക്വാളിറ്റി സിസ്റ്റത്തെ സംരക്ഷിക്കുന്ന ഒരു പടച്ചട്ടയായി, ഒരു കവചമായി ഇന്റേണൽ ഓഡിറ്റിനെ എങ്ങനെ മാറ്റിയെടുക്കാം നമുക്ക് നോക്കാം. ഈയൊരു ചോദ്യം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തുനിന്ന് ഒരു റെഗുലേറ്ററി ഏജൻസി വന്ന് നമ്മുടെ തെറ്റുകൾ ഓരോന്നായി കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അതൊരു പേടി സ്വപ്നം പോലെയുള്ള അവസ്ഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം വന്നതിന് ശേഷം ഓടുന്നതിന് തുല്യാണ്. അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് നമ്മൾ തന്നെ പരിഹരിക്കുന്നത്. അപ്പോ ആ അപകടകരമായ സാഹചര്യത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമെന്താണ്? അതാണ് ഇന്റേണൽ ഓഡിറ്റ്, അല്ലെങ്കിൽ സെൽഫ് ഇൻസ്പെക്ഷൻ. ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രതിരോധ നിരയാണ്. മറ്റാരെങ്കിലും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനു മുൻപ് നമ്മൾക്ക് തന്നെ അത് കണ്ടെത്താനും നിശബ്ദമായി തിരുത്താനുമുള്ള ഒരു കിടിലൻ അവസരം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ണാടി നോക്കുന്നത് പോലെയാണ്. നമ്മൾ ഉണ്ടാക്കിവെച്ച നിയമങ്ങൾ, നമ്മുടെ SOPകൾ നമ്മൾ തന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെയൊന്ന് തിരിഞ്ഞു നോക്കുന്നൊരു പ്രക്രിയ. ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നട്ടെല്ല് എന്ന് തന്നെ ഇതിനെ പറയാം. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത്. ഓഡിറ്റിന്റെ ലക്ഷ്യം ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആരുടെയെങ്കിലും തെറ്റു കണ്ടുപിടിച്ച് പണി കൊടുക്കാനോ അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ സിസ്റ്റം നേരായ വഴിയിലാണോ പോകുന്നത് എന്നുറപ്പുവരുത്തുക, അത്രമാത്രം. ഇതൊരു പരിശോധനയാണ്, അല്ലാതെ ഒരു വിചാരണയല്ല. നമ്മുടെ സിസ്റ്റത്തെ കൂടുതൽ മികച്ചതാക്കാനുള്ളൊരു വഴിയാണ്. ഓക്കെ, അപ്പോ ഓഡിറ്റിന്റെ ശരിക്കുള്ള ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഒരു നല്ല ഓഡിറ്റ് നടത്തുന്നത്? എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒന്നേയുള്ളൂ: ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, അപ്പോ എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ? നമുക്ക് നോക്കാം. ഒരു നല്ല ഓഡിറ്റ് കൾച്ചർ തുടങ്ങുന്നത് നമ്മൾ സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. നമ്മൾ പേപ്പറിൽ എഴുതിവെച്ച SOPകൾ പ്രൊഡക്ഷൻ ഫ്ലോറിൽ അതുപോലെ തന്നെയാണോ നടക്കുന്നത്? എല്ലാ രേഖകളും കംപ്ലീറ്റ് ആണോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ അതിന്മേൽ കാപ്പ, അതായത് കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. ഒരു സാധാരണ പരിശോധനയിൽ നിന്ന് ഒരു ഔദ്യോഗിക ഓഡിറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഈ 5 കാര്യങ്ങളാണ്. 1. കൃത്യമായ ഒരു വാർഷിക പ്ലാൻ വേണം. 2. ഇത് ചെയ്യാനായി നല്ല ട്രെയിനിംഗ് കിട്ടിയ ഒരു ടീം വേണം. 3. ഓഡിറ്റർ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളാകരുത്, കാരണം അപ്പോഴേ ഒരു പക്ഷപാതവുമില്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണാൻ പറ്റൂ. 4. റിപ്പോർട്ടിൽ വെറുതെ അഭിപ്രായം എഴുതാതെ കൃത്യമായ തെളിവുകളുണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം 5-ാമത്തേത്, കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. ഓഡിറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയെന്നിരിക്കട്ടെ, എല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ടതാണോ? അല്ല. രോഗിയുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ ക്രിട്ടിക്കൽ എന്ന് പറയും. അത്രത്തോളം ഇല്ലെങ്കിലും കാര്യമായ പ്രശ്നങ്ങളെ മേജർ എന്നും ചെറിയവയെ മൈനർ എന്നും തരംതിരിക്കും. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഹാരം കാണാൻ ഇത് നമ്മളെ സഹായിക്കും. ശരി, ഇതൊക്കെയാണ് തിയറി. പക്ഷെ പ്രായോഗികമായി എവിടെയാണ് പിഴവ് പറ്റുന്നത്? ഈ പിഴവുകളാണ് നമ്മുടെ ഗുണമേന്മ എന്ന പടച്ചട്ടയിലെ വിള്ളലുകളായി മാറുന്നത്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായി വരുത്തുന്ന തെറ്റുകൾ? ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാകും. ഓഡിറ്റ് വെറും ഒരു ചടങ്ങ് പോലെ മുകളിൽ മാത്രം നോക്കി തീർക്കുക, പ്രശ്നങ്ങൾ കണ്ടെത്തുക, പക്ഷെ അതിന്മേൽ ഒരു നടപടിയും എടുക്കാതിരിക്കുക. പിന്നെ എല്ലാ കൊല്ലവും ഒരേ തെറ്റു തന്നെ റിപ്പോർട്ടിൽ ആവർത്തിച്ചു വരുന്നത് കാണാം, ഒരു മാറ്റവുമില്ലാതെ. പോരാത്തതിന് എനിക്കങ്ങനെ തോന്നി എന്നല്ലാതെ എന്തുകൊണ്ട് എന്ന തെളിവ് സഹിതം പറയാത്ത റിപ്പോർട്ടുകൾ. ഇതൊക്കെ ഒരു വീക്ക് സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി തോന്നാം, പക്ഷേ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് എക്ദം ക്ലീൻ ആണെങ്കിൽ, അതായത് ഒരു പ്രശ്നം പോലും കണ്ടെത്തിയില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുകയല്ല, സംശയിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു സിസ്റ്റവും 100% പെർഫെക്റ്റ് അല്ല. ഒരു പ്രശ്നവും കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ശരിക്കും നോക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ എല്ലാം കാതിലെന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ഓഡിറ്റിനോടുള്ള നമ്മുടെ പേടി, നമ്മുടെ മനോഭാവം അത് മാറണം. കാരണം ഓഡിറ്റ് ഒരു ശിക്ഷയല്ല. ഈ ഒരു വാചകം മനസ്സിലുറപ്പിക്കുക. ഇതൊരു പണിഷ്മെന്റ് അല്ല, ഒരു പ്രൊട്ടക്ഷനാണ്. ആരെ സംരക്ഷിക്കാൻ? നമ്മുടെ കമ്പനിയെ, നമ്മുടെ പ്രോഡക്റ്റിന്, പിന്നെ എല്ലാത്തിനും ഉപരിയായി ആ മരുന്ന് കഴിക്കുന്ന രോഗിയെ സംരക്ഷിക്കാൻ.
പ്രശ്നം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്താണെന്നോ? നമ്മളോട് തന്നെ സത്യസന്ധത കാണിച്ചാൽ, നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു തിരുത്തിയാൽ, പിന്നെ പുറത്തുനിന്ന് ആര് വന്ന് പരിശോധിച്ചാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും എനി ടൈം ഒരു ഇൻസ്പെക്ഷന് റെഡിയായിരിക്കും. അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഓഡിറ്റുകൾ ഒരു യഥാർത്ഥ സംരക്ഷണ കവചം തന്നെയാണോ, അതോ വെറുമൊരു ചടങ്ങ് മാത്രമായി ഒതുങ്ങുന്നുണ്ടോ? നിങ്ങളുടെ കമ്പനി ഇപ്പോഴൊരു എക്സ്റ്റേണൽ ഇൻസ്പെക്ഷന് തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.